യുഎയിലെ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് നിയമവിരുദ്ധമായ പണപ്പിരിവുകൾക്കെതിരെ കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കരുണയുടെയും സഹായത്തിന്റെയും പേരിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും യുഎയിലെ ഫണ്ട് റേസിംഗ് നിയമങ്ങൾക്ക് വിരുദ്ധമാകാമെന്നത് പലരും ഗൗരവമായി കാണുന്നില്ല. അംഗീകൃത ഏജൻസികൾ വഴിയല്ലാതെ വ്യക്തിപരമായോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയോ പണം ശേഖരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക അച്ചടക്കത്തിനും ഭീഷണിയാണെന്ന് അധികൃതർ എടുത്തു പറയുന്നുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത സാമ്പത്തിക പിഴയും തടവും നേരിടേണ്ടി വരുമെന്നത് പ്രവാസികൾ തിരിച്ചറിയണം. യുഎയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്നത്. റമദാൻ മാസമായതിനാൽ യുഎഇ ലൈസൻസ് ഇല്ലാതെ സംഭാവനകൾ ശേഖരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഔദ്യോഗിക ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ വേണ്ടി സംഭാവനകൾ ശേഖരിക്കുകയോ അതിൽ പങ്കുചേരുകയോ ചെയ്താൽ വലിയ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ യുഎഇ വലിയ കുറ്റമായിട്ടാണ് കാണുന്നത്. അതിനാൽ നിയമം ലംഘിക്കുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴയും ഒപ്പം ജയിൽ ശിക്ഷയും ലഭിക്കുമെന്ന് അബുദാബി ജുഡീഷ്യൽ വകുപ്പിന്റെ ശക്തമായ മുന്നറിയിപ്പുണ്ട്. നാട്ടിലൊക്കെ എമർജൻസി സാഹചര്യങ്ങൾ വന്നാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയോ നേരിട്ടോ പണം പിരിക്കുന്നത് പതിവാണ്. എന്നാൽ യുഎഇ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞോളൂ. അതിനാൽ ചികിത്സാ സഹായത്തിനോ മറ്റുമായി സോഷ്യൽ മീഡിയ വഴി പണം ആവശ്യപ്പെടുന്നത് യുഎഇയിൽ നിയമവിരുദ്ധമാണ്. ഇനി ലൈസൻസ് ഇല്ലാത്ത വെബ്സൈറ്റുകൾ വഴിയോ ലിങ്കുകൾ വഴിയോ പണം ശേഖരിക്കാൻ ശ്രമിച്ചാൽ ചുരുങ്ങിയത് 2 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ നൽകേണ്ടി വരും. കൂടാതെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചിലപ്പോൾ തടവ് ശിക്ഷയും നാടുകടത്തലും വരെ നേരിടേണ്ടി വന്നേക്കാം. റമദാൻ മാസത്തിലാണ് യുഎഇയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത്. അതിനാൽ ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തിലാണ് യുഎഇ സർക്കാർ ഇത്തരം കടുത്ത നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവർക്ക് നേരിട്ട് പണം കൊടുക്കുന്നതിന് പകരം സർക്കാർ അംഗീകരിച്ച എമിറേറ്റ്സ്, റെഡ് ക്രസന്റ് തുടങ്ങിയ ചാരിറ്റികൾ വഴി മാത്രം സഹായങ്ങൾ നൽകണം. ഇതിനു പുറമെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഡൊണേഷൻ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ബാങ്ക് വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത്. എല്ലാ വർഷങ്ങളിലും ഇത് സംബന്ധിച്ച് യുഎഇ സർക്കാർ കർശന മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. എന്നാൽ റമദാൻ മാസങ്ങളിൽ ഇത്തരം പണപ്പിരിവുകൾ വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് അധികൃതർ ഇപ്പോൾ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി നിയമം ലംഘിച്ചാൽ തന്നെ ഈ നിയമം അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതിനാൽ യുഎഇയിലെ അധികൃതർ നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും പ്രവാസികൾ അറിയുകയും അത് പാലിക്കുകയും വേണം. അതേസമയം സംശയാസ്പദമായ രീതിയിൽ പണപ്പിരിവ് നടത്തുന്നവരെ കണ്ടാൽ പോലീസിനെ അറിയിക്കാനും മടിക്കരുത്. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ യുഎഇയിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ന്യായമല്ല. സഹായം നൽകാനുള്ള മനസ്സ് നല്ലതാണെങ്കിലും അത് രാജ്യത്തിന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഓരോ പ്രവാസിയുടെയും ഉത്തരവാദിത്തമാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കൾക്കിടയിലും നടത്തുന്ന അനൌദ്യോഗിക പിരിവുകൾ നിങ്ങളുടെ വിസയെയും ഭാവിയെയും ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾക്കായി റെഡ് ക്രസന്റ് പോലുള്ള അംഗീകൃത പ്ലാറ്റ്ഫോമുകളെ മാത്രം ആശ്രയിക്കുക. ജാഗ്രത പാലിക്കുന്നതിലൂടെ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നും നിയമക്കുരുക്കുകളിൽ നിന്നും സ്വയം സംരക്ഷിക്കാനും സമാധാനപരമായ പ്രവാസം ഉറപ്പാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക. ഈ റമദാൻ മാസത്തിൽ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിൽ പോയി ചാടാതിരിക്കുക. അനാവശ്യമായ നിയമ നടപടികളിലേക്കും കുരുക്കുകളിലേക്കും ഒന്നും പോയി എത്താതിരിക്കാനുള്ള മുൻകരുതലുകളും ബോധവും ഓരോ പ്രവാസിക്കും വേണം.